അങ്ങനെ ഹൈദരാബാദിൻ്റെ സൂര്യൻ അസ്തമിച്ചു. എന്താ പറയുക ഈ സീസണിലെ പ്ലേ ഓഫിൽ നിന്ന് ആദ്യം പുറത്താവുന്ന ടീമായി ഹൈദരാബാദ് മാറി. ഇതിനെല്ലാത്തിനും കാരണം ഒരു സൂര്യോദയമാണ്. അതാണ് എടുത്ത് പറയേണ്ടത്. വൈഭവ് സൂര്യവംശി പുതിയൊരു സൂര്യോദയം. എന്താ പറയണ്ടത്, 15 വയസ്സുള്ള ഒരു ചെക്കൻ, വേൾഡ് ക്ലാസ് ഓസ്ട്രേലിയൻ ബൗളർ പാറ്റ് കമ്മിൻസ്, ഈ IPL ഏറ്റവും നന്നായി ബൗളറിൽ നിന്ന് ഏറ്റവും എല്ലാ കളികളിലും കളിച്ച കളികളിൽ വിക്കറ്റ് എടുത്തേണ്ട സക്കീബ് ഹുസൈനൊക്കെ പറത്തണ ഒരു പറത്ത് കണ്ട. നിതീഷ് കുമാർ റെഡ്ഡി വന്നു, ഒരു രക്ഷയില്ല. ആരൊക്കെ അറിയാമെന്നോ അവരൊക്കെ 15 വയസ്സുകാരുടെ ബാറ്റിൻ്റെ പവർ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും മത്സരത്തിൽ രാജസ്ഥാൻ വലിയൊരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത് 245 റൺ എടുത്തു. വേറൊരു കാര്യം രാജസ്ഥാൻ എപ്പോഴും ശ്രദ്ധിക്കണം, വൈഭവ് സൂര്യവംശിയും പിന്നെ ജൂറൽ അതുപോലെ ജയ്സ്വാൾ, ഈ 3 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ കത്തിക്കൽ കഴിയും. ആ 3 പേര് എത്ര റൺ എടുക്കണം അതനുസരിച്ചിരിക്കും രാജസ്ഥാൻ്റെ ഇന്നിങ്സ്. ഇന്നാണ് അതിന് തെളിവ്. എന്താ പറയുക, നമ്മുടെ വൈഭവ് സൂര്യവംശി പോകുമ്പോഴുള്ള റണ്ണ് വെച്ച് നോക്കുമ്പോൾ 280 റണ്ണ് മിനിമം സ്കോർ ചെയ്യേണ്ടതാണ് ഹൈദരാബാദ് എതിരെ രാജസ്ഥാൻ. പക്ഷേ രാജസ്ഥാൻ്റെ കത്തിക്കൽ തീർന്നു. 244 അവസാനിച്ചു. വേറെ ആരും ഫോമായില്ല. ആ ജുറലും കൂടി പോയിട്ടൂടി ഏകദേശം തീരുമാനം. പിന്നെ വന്നവനും നിന്നവനും പോയവനൊക്കെ വെറുതെ ആവശ്യമില്ല, അനാവശ്യം റണ്ണിനൊക്കെ ശ്രമിച്ച് റണ്ണൗട്ടായിട്ടാണ് വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്. അങ്ങനെ തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങി. എല്ലാവരും പ്രതീക്ഷിച്ചും അഭിഷേക് ശർമ്മ, ഇന്ത്യയുടെ ഓപ്പണർ, ഏറ്റവും ഫോമിലൊക്കെ കളിക്കാരൻ. അവർ പക്ഷേ ഒരു കാര്യം മറന്നു. അപ്പുറത്തുള്ളത് ജോഫ്ര ആർച്ചർ. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുക പുള്ളിയുടെ ഒരു ഹോബിയാണ് ഈ സീസണിൽ. രണ്ടാം ബോളിൽ തന്നെ ഡക്കായിട്ട് അഭിഷേക് ശർമ്മേനെ എന്താ പറയുക ജുറലിൻ്റെ കയ്യിലെത്തിച്ച് പണി തീർത്തു. പിന്നെ ഷെങ്ങിഷാൻ കുറച്ച് മിന്നലാട്ടം കാണിച്ചെങ്കിൽ ഷെങ്ങിഷാനെ അവസാനിപ്പിച്ചു ആർച്ചർ തന്നെ. പിന്നെ എന്താ പറയുക ബർഗറിൻ്റെ ഇടയിൽ ഒരു വിക്കറ്റ് എടുത്തു. ഒരു പുതിയ ചെക്കൻ സമ്രാൻ എന്ന് പറഞ്ഞ ചെക്കൻ ഇറങ്ങിയിട്ട് അവൻ്റെ വിക്കറ്റ് എടുത്തു. പിന്നെ ക്ലാസ്സിനെ നമ്മൾ അടിച്ചു തുടങ്ങിയതാണ്. നമ്മുടെ പുതിയ സ്പിന്നർ അങ്ങോട്ട് ഇറക്കി വിട്ടു പരാഗ്. ഒന്നും നോക്കിയില്ല. നമ്മുടെ യാഷ് പുഞ്ച ചക്കൻ LBW ആക്കി ക്ലാസ്സിനെ സ്പിൻ ബോളിൽ LBW ആക്കി. അൺബിലീവബിൾ ഡെലിവറി. വിക്കറ്റ് അമ്പയർ കൊടുത്തില്ല, പക്ഷേ DRSൽ ചെക്കൻ തൂക്കി. പിന്നെ എന്താ പറയുക, പിന്നെയുള്ളവരൊക്കെ വന്നു പോന്നു. പിന്നെ സാലിൽ അവരോടെ ഇടയിൽ ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു, 36 റണ്ണൊക്കെ എടുത്തു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ഒരു 30+ റൺ എടുത്തു. പക്ഷെ അതൊന്നും ഹൈദരാബാദിനെ രക്ഷിക്കാനായില്ല. സോ ഹൈദരാബാദ് പുറത്തായിരിക്കുന്നു. ക്വാളിഫയർ 2-ൽ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. സെമി ഫൈനൽ. അതും ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ്, മുല്ലമ്പൂർ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. എന്ത് സംഭവിക്കാം, അടിപൊളി മത്സരമായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഒരു സൂര്യൻ കെട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് കാത്തിരിക്കാം.